ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിടുക്കാച്ചി ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. ഇത്തിരി സ്പൈസി ആയിട്ടുള്ള ഈ ഒരു കൊണ്ടാട്ടം കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും അതുപോലെ തന്നെ റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മസാല തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ചേർക്കുന്ന അതേ മസാലയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, ഒരു കോഴിമുട്ട, ഒരു നാരങ്ങയുടെ നീര്, അതുപോലെ തന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, കോൺഫ്ലവർ, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുള്ള ഒരു മസാലയാണിത്. അപ്പോൾ ഈ ഒരു അരപ്പ് നമുക്ക് ഈ ചിക്കനിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മസാല മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കുക. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ട ഗ്രേവി തയ്യാറാക്കുന്നതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വറ്റൽമുളക് ഇവിടെ കുതിർക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസസ് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഹാർഡായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു കൊണ്ടാട്ടത്തിന് സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ഒരു പാകത്തിലല്ല നമ്മൾ എടുക്കേണ്ടത്. അതിനേക്കാളൊന്ന് സോഫ്റ്റ് ആവുന്ന സമയത്ത് നമ്മളിതൊന്ന് കോരി മാറ്റണം. നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഈ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് ഇതൊക്കെ ഒന്ന് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് തന്നെ ഞാനിതൊക്കെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ കുതിർത്ത് വെച്ച വറ്റൽമുളക് നന്നായിട്ട് ഒരു പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൊണ്ടാട്ടം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ ഓയിൽ തന്നെയാണ് ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പിടി വറ്റൽമുളക് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വലിയ 2 സവാള ഞാൻ ഇതുപോലെ വലിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഇട്ടിട്ട് ഇതിലൊന്ന് ഇട്ട് വഴറ്റാം. അപ്പോൾ നമ്മൾ സവാള നന്നായിട്ട് വഴണ്ട് വന്നാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇത് ഏകദേശം നമ്മുടെ പാകമായിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ
മുളക് പൊടിയൊന്നും ഉപയോഗിക്കാതെ നമ്മൾ വറ്റൽമുളക് കുതിർത്തിട്ട് അരച്ചിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ട്. പിന്നെ 4 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ചെറിയ തക്കാളി വലിയ പീസായിട്ട് കട്ട് ചെയ്തത് ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വറ്റൽമുളകിൻ്റെ പേസ്റ്റാണ്. ഇത് കുറച്ച് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എരിവിൻ്റെ കാര്യം നോക്കിയിട്ട് ചേർക്കാമെന്ന് വെച്ചിട്ട് വെച്ചതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത്, ഞാനൊരു തക്കാളി ഇവിടെ ഒന്ന് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പേസ്റ്റ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എരിവൊന്നും അധികമായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ ആ ബാക്കിയുള്ള വറ്റൽമുളകിൻ്റെ ആ പേസ്റ്റ് കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഗ്രേവിയിലോട്ട് ആവശ്യമുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി മിക്സ് ചെയ്യാം. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ഞാനൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇതിലേക്കൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ഗ്രീൻ ചില്ലി പേസ്റ്റ് കൂടെ ഒന്ന് ആഡ് ചെയ്യാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂണോളം സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. നമ്മൾ കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രേവി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കനോട് ഇട്ടപ്പോൾ നല്ലൊരു അടിപൊളി സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ടേസ്റ്റിലുള്ള ഈ ഒരു ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. നല്ലൊരു കോമ്പിനേഷനാണ്. കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.